once again welcome to my video blog AjayTechTips. ഞാൻ Ajay, നിങ്ങളെല്ലാവർക്കും സുപരിചിതൻ. ഇപ്പൊ ഞാൻ ഇന്ന് വന്നത് എന്താണെന്ന് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും. വാട്സപ്പിന്റെ ഒരു കിടുക്കാച്ചി അപ്ഡേറ്റ് വരാൻ പോകുന്നു. വന്നു എന്ന് ഞാൻ പറയുന്നത് വരാൻ പോകുന്നു. അതെന്താണ് ഏതാണ് നോക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ അമർത്തുക, ഇന്നലെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം അങ്ങ് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോവാം. അതായത് വാട്സപ്പിന് ഇപ്പോഴും ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്ക് അതിൽ സെൻഡ് ചെയ്യാനുള്ള ഫയലിന്റെ സൈസ് വളരെ ലിമിറ്റഡ് ആണ്. വാട്സപ്പിന്റെ കോമ്പീറ്റർ ആയിട്ടുള്ള ടെലിഗ്രാമിൽ നമുക്ക് എത്ര വലിയ ഫയൽ നമുക്ക് സെൻഡ് ചെയ്യാം, വലിയ 2GB 4GB. കാരണം നമ്മൾ അതിന് ഒക്കെ അധിക പേരും ഗെയിംസ് അതേപോലെ മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന 4GB മൂവിയൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ചെയ്യുന്ന ഇല്ലീഗലാണ്, അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണമില്ല, നമ്മൾ ചെയ്യാൻ പാടില്ല. പക്ഷേ വാട്സപ്പിന് ലിമിറ്റേഷൻ ഉണ്ട്. എന്താണ് ആ ലിമിറ്റേഷൻ? നമുക്ക് ഫയൽ അയക്കുന്ന ഫയലിന്റെ സൈസ് തന്നെയാണ് ലിമിറ്റേഷൻ. ഇപ്പോൾ ഇതാ വാട്സപ്പ് അതൊന്ന് പരിഹരിക്കാൻ പോവാണ്. 2GB വരെ വലുപ്പമുള്ളൊരു ഫയല് ഒരു തേർഡ് പാർട്ടി ആപ്പിന്റെ സപ്പോർട്ടും ഇല്ലാണ്ട് നമുക്ക് ഷെയർ ചെയ്യാം. ഇപ്പോഴും നമുക്ക് വാട്സപ്പിൽ നമുക്ക് 2GB ഫയൽ ഷെയർ ചെയ്യാൻ പറ്റും. എങ്ങനെ? ഗൂഗിൾ ഡ്രൈവിലേക്ക് ഇട്ടിട്ട് അതിന്റെ ലിങ്ക് ഷെയർ ചെയ്യാം. അത് ഒരു വളഞ്ഞ് മൂക്ക് പിടിക്കുന്ന ഒരു സ്റ്റൈലാണ്. പക്ഷെ ഇനി അതല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സാധാരണ ഒരു ഫയൽ അയക്കുന്ന പോലെ തന്നെ, ഒരു വീഡിയോ അയക്കുന്ന പോലെ തന്നെ 2GB വരെ സപ്പോർട്ടുള്ള ഒരു ഫയല് സെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ ഈ അപ്ഡേറ്റ് ഇവിടെ വന്നിരിക്കുന്നത് ഇന്ത്യയിലല്ല, അർജന്റീനയിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ടാവും ഈ വീഡിയോ തമ്മിലും കണ്ടിട്ട്. പക്ഷെ അവിടെയാണ്, അവിടുത്തെ ബീറ്റ യൂസേഴ്സിനാണ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത്. അവിടെ സക്സസ് ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമുക്കും കിട്ടും. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു 3 മാസത്തിനുള്ളിൽ ബീറ്റ യൂസേഴ്സിന് ഇന്ത്യയിൽ ഈ ഒരു അപ്ഡേറ്റ് വരും. അങ്ങനെ വരുമ്പം അജയ് ടെക് ടിപ്സിലൂടെ അതെങ്ങനെയാ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ അതിനു വേണ്ടി സ്റ്റേ ട്യൂൺ. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. പക്ഷെ ഇതൊരു നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എന്താണ് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ടെലിഗ്രാം, ഇപ്പൊ ഞാനൊക്കെ ടെലിഗ്രാം യൂസ് ചെയ്യുന്ന വലിയൊരു ഫയല് അയച്ചു കൊടുക്കാൻ, ഇപ്പൊ ടെലിഗ്രാമിലും പറ്റാത്ത നമ്മൾ എന്ത് ചെയ്യും, സെൻഡ് സ്പേസിലോ അല്ലെങ്കിൽ വി ട്രാൻസ്ഫർ ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെൻഡ് ചെയ്ത് കൊടുക്കും. പക്ഷെ അതിലും നമുക്ക് സൗകര്യം ഉണ്ടാവാൻ നമ്മുടെ മൊബൈലിലുള്ള നമ്മുടെ വാട്സപ്പ്, ഈ വാട്സപ്പ് വെബിൽ എടുത്തിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയക്കാൻ പറ്റും. അപ്പൊ അത് ഇന്ത്യയിൽ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തണം. പക്ഷെ നിങ്ങൾക്കൊരു സംശയം ഉണ്ട്, എന്താ ബീറ്റ യൂസേഴ്സ്? ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് യൂസേഴ്സ് ആണ്. ഞാൻ ബീറ്റ യൂസറാണ്. അപ്പം എനിക്കിങ്ങനെ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ എനിക്ക് ആദ്യം കിട്ടും. അപ്പം നിങ്ങൾക്ക് ബീറ്റ യൂസർ ആവണമെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് ബീറ്റ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബീറ്റ വാട്സപ്പ് ഡൗൺലോഡ് ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഉള്ള വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യണം. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ കുറേ വീഡിയോസ് പണ്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ സെർച്ച് ചെയ്ത് കാണാം. കുറേ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ലിങ്ക് ഇടാൻ എനിക്ക് നോക്കേണ്ട വരും. അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ 500-600 വീഡിയോന്റെ അടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യാൻ. കാരണം എന്താ വെച്ചാൽ വാട്സപ്പ് ഇങ്ങനെ ഒരു ഫീച്ചർ കൊണ്ടുവരുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ തന്നെ ഞാൻ നിങ്ങളിലേക്ക് അത് ഷെയർ ചെയ്യണം. അപ്പൊ ഇങ്ങനത്തെ അപ്ഡേറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നും കൂടെ പറയാം, എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.